SKN കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു സൗമ്യ വധക്കേസ്. അതുപോലെ തന്നെ അതേ ഞെട്ടൽ, അതേ അളവിൽ, അതേ തീവ്രതയിൽ ഇപ്പോൾ വീണ്ടും ഉണ്ടാകുന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെ കൈകാലുകൾ വിറയ്ക്കുന്നു എന്ന് അമ്മ പറയുമ്പോൾ ആ ഒരു നടുക്കം, ആ ഒരു വിറയൽ അത് കേരളത്തിനാകെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത്രത്തോളം ഒരു കൊടും ക്രിമിനൽ ഇപ്പോൾ ജയിലിൽ നിന്ന് ചാടിയിരിക്കുന്നു. അതീവ സുരക്ഷയുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഈ പ്രതി ചാടിയിരിക്കുന്നത് എന്നുള്ളത് ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു. ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയാണ് സംസ്ഥാന പോലീസ്. അതിനിടയിൽ നമുക്ക് കേസിൻ്റെ നാൾവഴികളിലേക്ക് ഒന്ന് കടന്നു പോകാം. 2011 ഫെബ്രുവരി 1-നാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെട്ടത്. തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദസ്വാമി സൗമ്യയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നാണ് അന്ന് പോലീസ് കണ്ടെത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6-ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. അതിനുശേഷം ഫെബ്രുവരി 4-ന് സേലം സ്വദേശിയായ ഗോവിന്ദസ്വാമിയെ പിടികൂടുന്നു. അയാൾ ഫെബ്രുവരി 4-നാണ് ഇയാൾ ഗോവിന്ദസ്വാമിയാണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ഈ കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചു. ഫെബ്രുവരി 2-നാണ് ഗോവിന്ദസ്വാമിയെ അറസ്റ്റ് ചെയ്തത്. നവംബർ 11-ന് തൃശ്ശൂരിലെ അതിവേഗ കോടതി ഗോവിന്ദസ്വാമിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. 2014 ജൂലൈ 30-ന് സുപ്രീം കോടതി ഈ ശിക്ഷ സ്റ്റേ ചെയ്തു. 2016 സെപ്റ്റംബർ 8-ന് മതിയായ തെളിവുകളില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു, സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നു. സെപ്റ്റംബർ 15-ന് ഈ വധശിക്ഷ റദ്ദാക്കി IPC 376 പ്രകാരം ജീവപര്യന്തം ശിക്ഷയായി കുറയ്ക്കുകയും ചെയ്തു. ഇതിനിടയിൽ വളരെ നാടകീയമായ ഒട്ടേറെ സംഭവവികാസങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈ 2011 ജൂൺ 6-ന് തന്നെ വിസ്താരം ആരംഭിച്ചിരുന്നു. ഒക്ടോബർ 10-നാണ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉന്മേഷ് പ്രതിക്ക് അനുകൂലമായി മൊഴി നൽകി എന്നുള്ളൊരു വിവാദം വരുന്നത്. ഒക്ടോബർ 15-ന് ഡോക്ടർ ഉന്മേഷിൻ്റെ മൊഴി വീണ്ടും എടുക്കുന്നു. ഒക്ടോബർ 31-ന് ഗോവിന്ദസ്വാമി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ നവംബർ 5-നാണ് കേസിലെ അന്തിമവാദം പൂർത്തിയാകുന്നത്. നവംബർ 11-ന് വിചാരണ കോടതി ജഡ്ജി K. രവീന്ദ്രബാബു ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. 2013 ഡിസംബർ 17-ന് അതിവേഗ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. 2014 ജൂൺ 9-ന് വധശിക്ഷ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദസ്വാമി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നു. 2016 സെപ്റ്റംബർ 15-ന് ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി 7 വർഷം കഠിന തടവാക്കി ശിക്ഷ ചുരുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. IPC 302 പ്രകാരം നൽകിയിട്ടുള്ള വധശിക്ഷ റദ്ദാക്കുന്നു എന്നാണ് ഈ ഒരു ഉത്തരവിൻ്റെ ആദ്യ ഭാഗം തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും കേരളത്തെ നടുക്കിയ ഈ ഒരു സംഭവം അത് ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ അതിവേഗ കോടതിയിൽ നടന്ന ഈ കേസിൻ്റെ വിചാരണയിൽ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന 15 കുറ്റങ്ങളിൽ കൊലപാതകം, ബലാത്സംഗം, മോഷണം തുടങ്ങിയവ സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് അന്ന് ജഡ്ജിയായിരുന്ന രവീന്ദ്രബാബു പ്രസ്താവിച്ചത്. പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണ് എന്ന നിരീക്ഷണവും അതിവേഗ കോടതി നടത്തിയിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം എന്നാണ് കോടതി ഇതിനെ പറഞ്ഞത്. 2011 നവംബർ 11-ന് പ്രതിക്ക് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു. കൊലപാതകം, ബലാത്സംഗം, വനിതാ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കിടക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് അന്ന് ശിക്ഷ വിധിച്ചത്. പ്രതി മുമ്പും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. തൃശ്ശൂർ അതിവേഗ കോടതിയിൽ 13 ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് കരുതിയ വിചാരണയാണ് 5 മാസം കൊണ്ട് പൂർത്തിയായത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വിചാരണ പൂർത്തിയാക്കിയത്. ആകെ 82 സാക്ഷികളെയാണ് അന്ന് പ്രതിഭാഗം വിസ്തരിച്ചത്. 43ഓളം തൊണ്ടിയും 101 രേഖകളും കേസിലേക്കായി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 1000 ഏടുകളുള്ള കുറ്റപത്രമാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ചത്. എന്നിട്ടും ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെച്ചുവെങ്കിൽ പോലും സുപ്രീം കോടതി ഇത് റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും അയാൾ ജയിലിൽ തന്നെയാണ് എന്നുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ ആ ഒരു വിചാരം കേരളത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ ജയിലിൽ നിന്ന് ചാടിയിരിക്കുന്നു. അതും അതീവ സുരക്ഷയുണ്ട് എന്ന് കരുതുന്ന കണ്ണൂർ ജയിലിൽ നിന്ന് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ ആകെ കബളിപ്പിച്ചുകൊണ്ട് അയാൾക്ക് ജയിൽ ചാടാൻ കഴിഞ്ഞിരിക്കുന്നു. സെല്ലിലെ കമ്പി മുറിച്ച് മാറ്റിയാണ് പുറത്തേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ആ നിലയിൽ വലിയ ഗുരുതരമായ വീഴ്ച കേരളത്തിലെ ജയിൽ വകുപ്പിന് അല്ലെങ്കിൽ കണ്ണൂർ ജയിൽ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കുന്നു. SKN.